ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വർക്കിംഗ് ഡേയിലെ മോർണിംഗിലെ കുക്കിങ്ങാണ് കാണിക്കുന്നത്. നല്ല സൺഷൈനൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഇത്. ഇപ്പം നേരത്തെ തന്നെ പകലാകുന്നുണ്ട്. ഏകദേശം 6 മണിയൊക്കെ ആയ ടൈമായിരുന്നു ഇത്. അപ്പോൾ ഇന്ന് രാവിലെ പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓൾറെഡി ദോശയും ഇഡ്ഡലിയുടെയും ഒക്കെ മാവൊക്കെ ഏകദേശം തീർന്നു. അപ്പം 2 ദിവസം കറിയും അപ്പമൊക്കെ ആകുമ്പം ഇടയ്ക്കൊരു ബ്രേക്കിനായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പാൻ കേക്ക്. 2 പഴുത്ത പഴമാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിത് സാധാരണ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പ്ലെയിൻ ഫ്ലോർ ഉപയോഗിച്ച്. ഇത് നല്ലതായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്, മുട്ടയും പഴവും കൂടി. ഈ പഴം നല്ല മധുരമുള്ളതായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്തില്ല. പക്ഷേ എൻ്റെ പാൻ കേക്ക് അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സിറപ്പും കൂടി ഒഴിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിയിടുകയാണ്. ആകെ ഞാൻ 1 കപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം ഒരു 1/2 കപ്പ് ഇട്ടതിന് ശേഷം ഒരേ ഡയറക്ഷനിൽ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ കിട്ടും. ഇതിലേക്ക് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ആവശ്യമാണെങ്കിൽ നമ്മൾ പാൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ സോഡാപ്പൊടി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. 2ാമത്തെ ട്രിപ്പും മാവ് ഇട്ട് കൊടുത്തു. പഴം അടിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഫ്ലഫി ആയിട്ട് വരും. ഇതിന് പിന്നെ നമ്മൾ സോഡാപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരേ ഡയറക്ഷനിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടും. ഇത് നമുക്ക് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വരും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് നൂഡിൽസും കൂടിയാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസ് ഞാൻ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അന്നേരം ഇന്നത്തെ ദിവസം ഇത് 2ഉം കൂടിയാണ് ഞാനിന്ന് രാവിലെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പാനിൽ കുറച്ച് ബട്ടർ തടകിയിട്ടാണ് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അന്നേരം പാൻ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും, ബട്ടർലി ഫ്ലേവർ കിട്ടും. ഞാനിവിടെ ചെറിയ പാൻ കേക്കുകളാണ് ഉണ്ടാക്കുന്നത്. അതെനിക്ക് കൊടുക്കാനും ടിഫിൻ ബോക്സിലൊക്കെ പാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു പാനിൽ 4 പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അടച്ചു വെച്ചത് വേവിച്ചതിന് ശേഷം ഇത് തിരിച്ചിടുകയാണ് ചെയ്തത്. ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ നൂഡിൽസിലേക്കുള്ള ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 2 ഗാർലിക്ക് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഗാർലിക്ക് ആദ്യം ഇട്ടുന്ന വഴറ്റുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്. വേറെ പച്ചക്കറി ഒന്നും ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇടാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടുകൊണ്ട് ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്തത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കളർ വരാൻ വേണ്ടി ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കുക. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ഇട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ നൂഡിൽസ് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ തടകി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നേരം അത് കട്ട പിടിക്കാതിരിക്കും. ഈ നൂഡിൽസ് ഞാൻ ഇന്നലെ വൈകുന്നേരം കുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് രാവിലത്തെ പണി എളുപ്പമാക്കാൻ വേണ്ടി. എണ്ണ തടകി വെച്ചുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ സമയം 7 മണിയായി. എനിക്ക് 8 മണിയാകുമ്പോൾ ഓഫീസിലെത്തണം. അന്നേരം ഞാൻ 7 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും എണ്ണീറ്റ് വരുന്ന സമയമായി. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇടുവാണ്. ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കിയാൽ മതി. ഇത് എൻ്റെ ഡിന്നറിനുള്ളതാണ്. അപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുവന്ന് ഇന്ന് ഞാൻ ബണ്ണിനകത്ത് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ബണ്ണ് കുറച്ച് ഡ്രൈ ആയിരുന്നു, അത്ര ഫ്രഷ് അല്ലായിരുന്നു. ഇവിടെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരുന്നതാണ്. 2-3 ദിവസമായത്. ആ ബണ്ണൊക്കെ മേടിക്കുന്ന അന്നാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നീട് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇതുപോലെ പാനിൽ വന്നിട്ട് ബട്ടർ പുരട്ടി ഒന്ന് ചൂടാക്കി എടുത്താൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. എത്ര മണിക്കൂർ വേണേലും സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ മൊരിയിച്ചെടുത്ത ബണ്ണിലേക്കാണ് ഞാൻ കുറച്ച് കോൺസ്ലോട്ട് ഫില്ലിങ്ങും പിന്നെ ഇത് ചിക്കൻ്റെ സോസേജാണ്, അതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു മീറ്റ് ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് ക്ലിംഗ് റാപ്പ് ഇട്ട് റാപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച്. ഒരു ഈവനിങ് 3:30-4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. ഒരുപാട് റൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചൂടാക്കാനൊക്കെയുള്ള പാടുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ രാവിലെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. കുഞ്ഞിനുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്തു. കുറച്ച് പാൻ കേക്കും അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതാണ് കൊടുത്തു വിടുന്നത്, ഒരു ഗോൾഡൻ സിറപ്പാണ്. അതൊന്ന് മിക്സ് ചെയ്ത് പൊട്ടിച്ചിട്ടു. അങ്ങനെ ഞാനെല്ലാം പാക്ക് ചെയ്തു. എൻ്റെ ലാപ്ടോപ്പും ബാഗൊക്കെ എടുത്തു, റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ്. വർക്കിംഗ് ഡേയ്സൊക്കെ ഇങ്ങനെയായിരിക്കും രാവിലെ പോകുന്നത്. നല്ല സണ്ണി ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.